നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുള്ള സൗഹൃദ മത്സരങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ കഴിഞ്ഞ ദിവസം 29 അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അത് യഥാർത്ഥത്തിൽ കോപ്പ അമേരിക്ക സ്ക്വാഡ് തന്നെയാണെന്നും അതിൽ നിന്ന് 3 താരങ്ങളെ പിന്നീട് സൗഹൃദ മത്സരങ്ങൾക്ക് ശേഷം കട്ട് ചെയ്യപ്പെടുമെന്നുമാണ് TYC സ്പോർട്സ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5 താരങ്ങളെയാണ് ഇപ്പോൾ സംശയത്തിൻ്റെ മുൾമുനയിൽ TYC നിർത്തിയിട്ടുള്ളത്. അതിൽ 2 താരങ്ങൾ ഉണ്ടാകും, 3 താരങ്ങൾ പുറത്തു പോകും. അത് ആരാണെന്നാണ് അറിയേണ്ടത്. അതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മളിവിടെ പരിശോധിക്കുന്നത് ഈ പ്രഖ്യാപിച്ച 29 അംഗ സ്ക്വാഡിലുമില്ലാത്ത വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ള ചില താരങ്ങളുണ്ട്. അവർ കോപ്പ അമേരിക്കയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ അർജന്റീന ടീമിനെ വളരെ മികച്ച രൂപത്തിൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എന്നാൽ പലരും നമുക്കറിയാം വേൾഡ് കപ്പ് വരുമ്പോഴും കോപ്പ അമേരിക്ക വരുമ്പോഴും ഒക്കെയാണ് ആക്റ്റീവായിട്ട് കളി ശ്രദ്ധിക്കാറുള്ളൂ, കാണാറുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ചില താരങ്ങൾ അർജന്റീനയ്ക്ക് വേണ്ടി ഈ കോപ്പ അമേരിക്കയിൽ കളിക്കില്ല. ലോക ചാമ്പ്യന്മാരായ കോപ്പ അമേരിക്ക കളിക്കാത്ത ആ താരങ്ങൾ ആരൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. 4 താരങ്ങളാണ്, 4 വേൾഡ് ചാമ്പ്യൻസ് ആണ് ഈ ഒരു കോപ്പ അമേരിക്കയ്ക്കുള്ള അർജന്റീനയുടെ ലിസ്റ്റിലില്ലാത്തത്. ഒന്ന് പൗലോ ഡിബാലയാണ്. അതായിരിക്കും ഒരു പക്ഷേ ഏറ്റവും ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള ഒരു കേസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പരിക്കും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തെ ലയണൽ സ്കലോനി ഇത്തവണ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വിശദമായിട്ട് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ പൊസിഷൻ കവർ ചെയ്യാൻ മറ്റ് താരങ്ങൾ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് പൗലോ ഡിബാലയെ എടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് ലയണൽ സ്കലോനി പോയത്. ഇനി മറ്റൊരാൾ തിയാഗോ അൽമെയ്ഡയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പ് കളിച്ച തിയാഗോ അൽമെയ്ഡ. ഇത്തവണ അദ്ദേഹം കോപ്പ അമേരിക്ക സ്ക്വാഡിലില്ല. അദ്ദേഹം ഒളിമ്പിക്സിന് പോകും എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഫ്രാൻസിൽ ഈ കോപ്പ അമേരിക്ക കഴിഞ്ഞ ഉടനെയാണല്ലോ ഇത്തവണത്തെ ഒളിമ്പിക്സ് ഫുട്ബോൾ ആരംഭിക്കുന്നത്. അപ്പം അവിടെ കളിക്കാൻ അദ്ദേഹം ഉണ്ടാകും. 2 ടൂർണമെൻറ്റുകൾ കൂടി താരം കളിക്കുന്നില്ല. അതുകൊണ്ട് കോപ്പ അമേരിക്കയില്ല, ഒളിമ്പിക്സിന് തിയാഗോ അൽമെയ്ഡ ഉണ്ടാകും. പിന്നെ അലയാൻഡ്രോ പപ്പു ഗോമസിൻ്റെ കാര്യം നമുക്കറിയാം. അദ്ദേഹം ആ ഒരു ഉത്തേജക മരുന്ന് ആയി ബന്ധപ്പെട്ട് വിവാദത്തിൽപ്പെട്ടു. അദ്ദേഹം അതിൽ പിടിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ബാനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഈ കോപ്പ അമേരിക്ക കളിക്കാൻ കഴിയില്ല. പിന്നെ വിയാറയലിൻ്റെ യുവാൻ ഫോയ്ത്ത്, വേഴ്സറ്റൈൽ ഡിഫൻഡറായിട്ടുള്ള താരത്തിന് പാർശ്വഭാഗത്തും സെൻട്രൽ ഡിഫൻഡറുടെ റോളിലും ഒക്കെ കളിക്കാൻ കെൽപ്പുള്ളയാളാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷേ വേൾഡ് കപ്പിന് ശേഷം അദ്ദേഹം അങ്ങനെ സ്ക്വാഡിലേക്ക് വന്നിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ സ്ക്വാഡിൽ അദ്ദേഹം ഉണ്ടാവില്ല എന്നൊരു തോന്നൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ എന്തായാലും കോച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ 4 താരങ്ങളാണ് കഴിഞ്ഞ ലോകകപ്പ് ടീമിൽ ഉണ്ടായിരുന്നവർ ഇത്തവണ കോപ്പ അമേരിക്കയ്ക്കായി അർജന്റീന സ്ക്വാഡിൽ ഇല്ലാത്തത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.